നമ്മളിന്ന് നോക്കാൻ പോകുന്നത് +2 ഇംഗ്ലീഷിലെ മാച്ച് ബോക്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് ആശാപൂർണ ദേവിയാണ്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് നോക്കാം. ഐ ഓൾവേസ് കമ്പയർ വിമൻ ടു മാച്ച് ബോക്സസ്. വൈ? ബിക്കോസ് ഓഫ് ദ വേ മാച്ച് ബോക്സസ് ആർ. Even though they have enough gunpowder to set 100 langas aflame, they sit around meek and innocent in the kitchen, in the pantry, in the bedroom, here, there, anywhere. Women too are exactly the same. അപ്പോൾ അത് തന്നെ നമ്മുടെ റൈറ്റർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ വിമനെ സ്ത്രീകളെ കമ്പയർ ചെയ്യുന്നത് മാച്ച് ബോക്സുമായിട്ടാണ്, അതായത് തീപ്പെട്ടികളുമായിട്ടാണ്. കാരണം എന്ന് വെച്ചാൽ മാച്ച് ബോക്സിന് അല്ലെങ്കിൽ ഒരു തീപ്പെട്ടിക്ക് ഒരു 100 ലങ്കയെ ചുട്ടരിക്കാനുള്ള ഗൺ പൗഡർ അതിനുള്ളിലുണ്ട്. പക്ഷേ അതെപ്പോഴും നമ്മളെ വീട്ടിൽ നോക്കി എവിടെയൊക്കെയായിരിക്കും കാണുന്നത്, അതായത് നമ്മുടെ വീട്ടിൽ കിച്ചണിലും ബെഡ്റൂമിലും അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ശ്രദ്ധിക്കപ്പെടാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചായിരിക്കും ഇരിക്കുന്നത്. വിമനും അതുപോലെയാണെന്നാണ് നമ്മുടെ റൈറ്റർ പറയുന്നത്. യു വാണ്ട് ആൻ എക്സാമ്പിൾ? അപ്പോൾ നമ്മുടെ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ഉണ്ടോ എങ്കിൽ ഞാൻ പറയാം എന്നുള്ളതാണ് നമ്മുടെ റൈറ്റർ പറയുന്നത്. ദെൻ ലുക്ക് കെയർഫുള്ളി അറ്റ് ദാറ്റ് എനോമസ് 3-story ഹൗസ് ഇൻ ഫ്രണ്ട് ഓഫ് us. റൈറ്റർ നമ്മുടെ കഥയിലേക്ക് കിടക്കുകയാണ്. അങ്ങനെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ കണ്ണിൽ കാണുന്ന ആ വലിയ 3 നില കെട്ടിടത്തേക്ക് നോക്കാൻ ആവശ്യപ്പെടുകയാണ്. സൺഡേ മോർണിംഗ് ദ വാഷർമാൻ ഹാസ് കം ആൻഡ് ഈസ് വെയിറ്റിംഗ്. ഇപ്പോൾ കഥ നടക്കുന്ന ഒരു ഞായറാഴ്ച രാവിലെയാണ്. അപ്പോൾ വാഷർമാൻ അല്ലെങ്കിൽ തുണി കഴുകുന്ന ആൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ജോലി ചെയ്യുന്ന ആൾ വന്നിട്ടുണ്ട്. അദ്ദേഹം വെയിറ്റിങ്ങിലാണ്. മൊമെൻറ്റ്സ് ബിഫോർ handing over a heap of Ajit's dirty clothes to the washerman, Namita goes through the pocket one last time and discovers the letter. അപ്പോൾ ആ ഡേർട്ടി ക്ലോത്ത്സ് എല്ലാം വാഷർമാൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നതിന് മുമ്പ് അജിത്തിൻ്റെ ഡേർട്ടി ക്ലോത്ത്സ് എല്ലാം വാഷർമാൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നതിന് മുമ്പ് നമിത അദ്ദേഹത്തിൻ്റെ പോക്കറ്റുകളൊക്കെ ഒന്ന് സെർച്ച് ചെയ്തു. അതായത് അജിത്തിൻ്റെ ഡ്രസ്സിലെ പോക്കറ്റ്സൊക്കെ സെർച്ച് ചെയ്തു. അങ്ങനെ അവർക്ക് നമിതയ്ക്ക് എന്ത് കിട്ടി? ഒരു ലെറ്റർ കിട്ടി. A twisted, a crumpled envelope with its mouth torn and on the envelope Namida's name. അപ്പോൾ അത് കത്ത് നമിതയ്ക്കായിരുന്നു. അതായത് അതൊരു ചുരുട്ടി കൂട്ടിയ ഒരു ക്രംബിൾഡായ ഒരു സൈഡ് പൊട്ടിച്ച് വായിച്ച ഒരു കത്തായിരുന്നു. അതിൻ്റെ ഫ്രണ്ടിൽ എന്തായിരുന്നു? നമിതയുടെ പേരായിരുന്നു. അതായത് നമിതയ്ക്ക് വന്ന കത്താണ്. A flame goes up deep in all Namida's nerves and veins. She drops the cloth in her hand and sits on the bed to open the letter. The first thing she looks at is the date. Going by the date, the letter must have come about 3 days earlier. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ നമിതയ്ക്ക് നമിതയുടെ നെർവ്സും വെയിൻസും ഒക്കെ ഒന്ന് ചൂട് പിടിച്ചു. ഇനി കാര്യം എന്താണെന്ന് അറിയണമല്ലോ. അപ്പോൾ അവൾ എന്ത് ചെയ്തു? എടുത്തുകൊണ്ടുവന്ന ക്ലോത്ത്സൊക്കെ തറയിലോട്ടിട്ടിട്ട് ആ ബെഡിൽ ഇരുന്ന് ആ കത്ത് ഓപ്പൺ ചെയ്യാൻ തുടങ്ങി. ആദ്യം തന്നെ ശ്രദ്ധിച്ച കാര്യം ഡേറ്റാണ്. നമിതയ്ക്ക് ഉറപ്പായി ഇതൊരു 2-3 ദിവസം മുമ്പ് വന്ന കത്തായിരിക്കണം എന്ന് ആ ഡേറ്റ് നോക്കിയപ്പോൾ നമിതയ്ക്ക് മനസ്സിലായി. ഷീ ടേൺസ് ഓവർ ദ എൻവലപ്പ് ആൻഡ് മാച്ചസ് ദ പോസ്റ്റ് മാർക്ക് ടു ദ ഡേറ്റ്. ദാറ്റ് 2 bears ദ സെയിം വിറ്റ്നസ്. അപ്പോൾ അവൾ എന്ത് ചെയ്തു? ആ എൻവലപ്പ് ഒന്ന് മറിച്ചിട്ട് ആ പോസ്റ്റ് മാർക്കിലെ ഡേറ്റുമായിട്ടൊക്കെ ഒത്തു നോക്കിയപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നു അത് തന്നെയാണ് ഒരു 2-3 ദിവസം മുമ്പെങ്കിലും വന്ന കത്തായിരിക്കണം. യെസ്, ദ ലെറ്റർ കെയിം 3 days ago. അതെ, ആ കത്ത് വന്നത് 3 ദിവസം മുമ്പാണ്. Ajit has opened it and read it. Then he crumbled it and twisted it and dropped it into his pocket and left it there. അപ്പോൾ അജിത്ത് അത് തുറന്നിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, എന്നിട്ട് അത് ചുരുട്ടിക്കൂട്ടി എന്ത് ചെയ്തിട്ടുണ്ട്? തൻ്റെ പോക്കറ്റിലേക്ക് ഇട്ടിട്ടുണ്ട്. Hasn't felt the need to mention it even once to Namita. അപ്പോൾ അവൾ ചിന്തിക്കുകയാണ്, ഇനി എൻ്റെ അടുത്ത് പറയേണ്ടെന്ന് ഒരു നിമിഷം പോലും അജിത്തിന് തോന്നിയിട്ടില്ലയോ? The flame that had gone up top now burned steadily, hissing, sounding its note on each of her mind streams. അപ്പോൾ അവളുടെ ഉള്ളിൽ ആ ഒരു ഫ്ലെയിം ഉണ്ടായെന്ന് പറഞ്ഞില്ല, ഒരു തീജ്വാല ഉണ്ടായെന്ന് പറഞ്ഞില്ല, അത് അവളെ മുഴുവനായിട്ട് കത്തിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീലിംഗ് ആണ് അവർക്കിപ്പോൾ തോന്നിയത്. ബിക്കോസ് ദിസ് ഇൻസിഡൻറ്റ് ഈസ് നോട്ട് എ കാഷ്വൽ ഓവർസൈറ്റ്, ഇറ്റ്സ് ഡെലിബറേറ്റ്. കാരണം അത് ഒരിക്കലും ഒരു കാഷ്വലായിട്ട് സംഭവിച്ച കാര്യമല്ല, ഇത് മനഃപൂർവ്വം ചെയ്ത കാര്യമാണെന്നാണ് തോന്നിയത്. ഓക്കെ, ഒരാൾക്ക് ചിലപ്പോൾ സംഭവിക്കാം, അറിയാതെ മറന്നു പോയതാവാം, അങ്ങനെയൊക്കെ ഉള്ള ചില സംഭവങ്ങളുണ്ടായിരിക്കാം. പക്ഷേ ഇത് പൊട്ടിച്ച് വായിച്ചതിന് ശേഷം ചുരുട്ടിക്കൂട്ടി പോക്കറ്റിലിട്ട എന്ന് പറയുന്നത് എന്താണ്? ഡെലിബറേറ്റായിട്ട് മനഃപൂർവ്വം ചെയ്തതായിട്ടാണ് നമുക്ക് തോന്നിയത്. അജിത്സ് നേച്ചർ ഈസ് എക്സാക്ട്ലി ലൈക്ക് ദാറ്റ്. അജിത്തിൻ്റെ സ്വഭാവം ഏകദേശം അതുപോലെ തന്നെയാണ്. സംഹൗ ഹി ഈസ് ഗെയിൻഡ് പൊസഷൻ ഓഫ് ദ key to the letter box, fishing it through the gaps among the 52 hands of this joint family, and whenever there's a letter with Namida's name on the envelope, he opens and reads it first
and only then does give to her. It's possible that oftentimes he doesn't give it to her at all. At least that's the suspicion that has taken deep root in Namita's mind. അപ്പോൾ എങ്ങനെയൊക്കെയോ ജോയിൻറ്റ് ഫാമിലിയുടെ ലെറ്റർ ബോക്സിൻ്റെ കീ അതിൻ്റെ അവകാശം ആരെടുത്തു? അജിത്ത് നേടിയെടുത്തു. അവിടെ ഒരു 52 ഹാൻഡ്സ് ഉണ്ടെന്ന് പറയുന്നത് 26 ആൾക്കാർ, 26 മെമ്പേഴ്സുള്ള ജോയിൻറ്റ് ഫാമിലിയുടെ ആ ലെറ്റർ ബോക്സിൻ്റെ കീ ആരുടെ കയ്യിലാണ്? അജിത്തിൻ്റെ കയ്യിലാണ്. എപ്പോഴെങ്കിലും നമിതയ്ക്ക് ഒരു കത്തുണ്ടെങ്കിൽ അജിത്ത് എന്ത് ചെയ്യും? അത് ആദ്യം അവനെടുത്ത് പൊട്ടിച്ച് വായിച്ചതിന് ശേഷം മാത്രമാണ് നമിതയ്ക്ക് കൊടുക്കുന്നത്. ചില സമയങ്ങളിൽ കൊടുത്തില്ല എന്നും വരും. അതുകൊണ്ട് നമിതയ്ക്ക് ഇത് കുറച്ച് സംശയം ഉണ്ടാക്കി. ഇത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് നമിത ഫിക്സ് ചെയ്യുകയാണ്. Even though to this day Ajit cannot truthfully make the claim that he has been able to discover any letter in the slightest degree of suspicious. അപ്പോൾ ഇതുവരെയുള്ള ഒരു ദിവസങ്ങളിലും അല്ലെങ്കിൽ അജിത്തിന് അങ്ങനെ സത്യസന്ധമായിട്ട് പറയത്തില്ല. എന്താ ഒരു സസ്പീഷ്യൻ അല്ലെങ്കിൽ ഒരു സംശയം ഉളവാക്കുന്ന കത്ത് നമിതയ്ക്ക് വന്നതായിട്ട്, ഒരു ചെറിയ രീതിയിലെങ്കിലും സംശയം ഉളവാക്കുന്ന കത്ത് നമിതയ്ക്ക് വന്നതായിട്ട് അജിത്തിന് ഒരിക്കലും സത്യസന്ധമായിട്ട് മറുപടി പറയാൻ പറ്റത്തില്ല. സ്റ്റിൽ ദിസ് അഗ്ലി ഹാബിറ്റ് ഓഫ് ഹിസ് വോണ്ട് ഗോ. അപ്പോൾ എന്നിരുന്നാലും ഈ ഒരു മോശ സ്വഭാവം അയാളെ വിട്ട് പോയിട്ടില്ല എന്നും നമിതയ്ക്ക് വരുന്ന കത്ത് ആദ്യം ആര് പൊട്ടിച്ച് വായിച്ച് നോക്കും? അജിത്ത് പൊട്ടിച്ച് വായിച്ച് നോക്കും. Not with Namita's anger, not with her taking offense, not with bitter reproaches, he trying to shame him, sarcasm, not with anything. ഇപ്പോൾ നമിതയുടെ ആങ്കറിനാലും അവളുടെ ഈ ആവശ്യം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുതെന്ന് പറച്ചിലുകളാരോ ഒന്നും അജിത്ത് മാറുന്നില്ല. അജിത്ത് വീണ്ടും ഇത് തന്നെയാണ് ചെയ്യുന്നത്. If she mentions it, first he tries to laugh it away, and if laughter doesn't get him out of deep water, he scolds her. അപ്പോൾ ഇത് അജിത്തിൻ്റെ അടുത്ത് നമിത പറഞ്ഞ ആദ്യം അജിത്ത് എന്ത് ചെയ്യും? ഒന്ന് ചിരിച്ച് അതങ്ങ് വിഷു മാറ്റാൻ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ശ്രമിക്കും. പക്ഷേ ചിരി കൊണ്ടും അത് മാഞ്ഞില്ലെങ്കിൽ അവളെ വഴക്ക് പറയും. She sits perfectly still for a minute and reads the letter through. അവൾ അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്തു? ആ ലെറ്റർ ഒന്ന് നല്ല തറവായിട്ട് വായിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ ആ ലെറ്റർ മുഴുവൻ ഒന്ന് വായിക്കാൻ തുടങ്ങി. ഇറ്റ്സ് നത്തിങ് മച്ച്, എ ലെറ്റർ ഫ്രം നമിതാസ് മദർ. അതിൽ വലുതായിട്ടൊന്നുമില്ല, അത് നമിതയുടെ അമ്മയിൽ നിന്നുള്ളൊരു കത്താണ്. ഇറ്റ്സ് എ സ്റ്റാൻഡേർഡ് സ്പീച്ച്. ദ ഗുഡ് വുമൺ ഹാസ് വൺസ് അഗെയിൻ placed on the record the news of her various hardships and complaints getting worse, misfortune upon misfortune. The ceiling of her room is cracked and the rainwater falls through in ceaseless streams. If there is not immediately remedied, she will have to die crushed under the weight of the collapsed roof. Of course she does not dread that eventually her daughter is a queen, her son-in-law high-minded, large-headed, therefore etc. അപ്പോൾ അത് പതുപോലുള്ള കത്തുകൾ തന്നെയാണ്. ഈ അടുത്തുള്ള വിശേഷങ്ങളും അവരുടെ ദുരിതത്തിലും ഒട്ടുള്ള പോക്കുകളും അതിൻ്റെ ഹാർഡ്ഷിപ്സും എല്ലാം പറയുന്ന ഒരു കത്താണ്. പിന്നെ പറയുന്നുണ്ട് അവർ താമസിക്കുന്ന റൂമിൻ്റെ സീലിംഗ് ഒക്കെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്. ചിലപ്പോൾ ഇനി അത് നന്നാക്കിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതിനടിയിൽപ്പെട്ട് ആയിരിക്കും അവരുടെ മരണം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ യൂഷ്വലായിട്ട് പറയുന്നുണ്ട് അവരുടെ ഡോട്ടർ ഒരു ക്യൂനാണ്. അവരുടെ സണ്ണിലോ എന്ന് പറയുന്നത് എന്താണ്? ഭയങ്കര വളരെ വലിയ മനുഷ്യനാണ്, വളരെ വലിയ മൈൻഡൊക്കെയുള്ള ഉദാര മനസ്കനൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ആൻഡ് ആൻ ഇൻഡിജൻറ്റ് വിഡോ without husband or son, she was successful in consigning her daughter to a wealthy family's house on the strength of looks alone. But the good lady has never stopped taking credit at the slightest opportunity for her skill in the matter, and she's been finding such opportunities all along. അപ്പോൾ അവർ ഒരു വിഡോയാണ്, അതായത് അവരുടെ ഭർത്താവൊക്കെ മരിച്ചു പോയതാണ്, ഒരു സണ്ണുമില്ല, അതായത് ആൺമക്കളാരുമില്ല. എങ്ങനെ ഇരുന്നാലും മകളെ ഒരു വെൽത്തി ഫാമിലിയിൽ കല്യാണം കഴിച്ചുവിടാൻ അവർക്ക് സാധിച്ചു. കാരണം എന്ന് വെച്ചാൽ അവരുടെ നമിതയുടെ ലുക്സ് അല്ലെങ്കിൽ ആ ഒരു ലുക്ക് വെച്ച് മാത്രം ഒരു വെൽത്തി ഫാമിലിക്ക് മാരേജ് ചെയ്ത് വിടാൻ ആർക്ക് സാധിച്ചു? നമിതയുടെ മദറിന് സാധിച്ചു. പക്ഷേ എന്നിരുന്നാലും അവർ ഈ ക്രെഡിറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഈ പൈസ അല്ലെങ്കിൽ സഹായം സ്വീകരിക്കുന്ന നിലപാട് വീണ്ടും തുടർന്നുകൊണ്ടേയിരുന്നു. Whenever Ajit sees a new letter from Namita's mother, he smiles derisively and says, "Why bother to read that? I will go and fill out a money order form." അപ്പോൾ എപ്പോഴെല്ലാം നമിതയുടെ അമ്മയുടെ കത്ത് കണ്ടാലും അജിത്ത് എന്ത് ചെയ്യും? ഒന്ന് ചിരിച്ചുകൊണ്ട് പറയും, എന്തിനാ അത് വായിക്കാൻ നിൽക്കുന്നു, ഞാൻ പോയൊരു മണി ഓർഡർ ഫോം ഫിൽ ചെയ്ത് അയച്ചു കൊടുക്കാം. Namita's head hangs low with the shame and the insults of it.
So, some times ago, out of anger and grief, Namita forbade her mother from writing to her on postcard. She thought that from then on she had tried to send her a little money, whatever she could put together in secret. So, this was what came of letters in envelopes too. അപ്പോൾ നമിത ഇതൊക്കെ കേൾക്കുമ്പോൾ നാണം കെടില്ലേ, ആ നാണക്കേടിൽ അവസാനം നമിത അമ്മയുടെ അടുത്ത് പറയുകയാണ് അങ്ങനെ ഇനി കത്തൊന്നും അയക്കണ്ട എന്ന് പറഞ്ഞിട്ട് നമിതയ്ക്ക് പറ്റുന്ന പൈസ കുറച്ചൊക്കെ ഇങ്ങനെ സീക്രട്ടായിട്ട് സ്വരം കൂട്ടുന്ന പൈസയൊക്കെ എന്ത് ചെയ്യും, നമിതയുടെ മദറിനെ അയച്ചു കൊടുക്കും. പക്ഷേ ഇതും എൻവലപ്പുകളിൽ വന്നു. സഡൻലി നമിത ഫ്ലെയിംസ് ഇൻ ടു ആങ്കർ അറ്റ് ഹെർ മദർ. ഇപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എന്ത് പറ്റി, നമിതയ്ക്ക് അവരുടെ അമ്മയോട് കുറച്ച് ആങ്കർ ദേഷ്യമൊക്കെ തോന്നി തുടങ്ങി. വൈ ഡസ് ഷീ കീപ്സ് ഓൺ ബെക്കിംഗ് ലൈക്ക് ദിസ്? എന്തിനാണ് ഇങ്ങനെ അമ്മ ബെഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വൈ വോണ്ട് ഷീ ലെറ്റ് നമിത കീപ് ഹെർ സെൽഫ് റെസ്പെക്ട്, ഹെർ ഡിഗ്നിറ്റി? നോ, this time she will write and tell her mother clearly, I can't do anything anymore, don't offer anything from me. അപ്പോൾ എന്തുകൊണ്ടാണ് തനിക്ക് സെൽഫ് റെസ്പെക്റ്റോടുകൂടി ഡിഗ്നിറ്റിയോട് ജീവിക്കാൻ മദർ സമ്മതിക്കാത്തത്? ഇനി ഞാനൊരു നല്ല രീതിയിൽ റിപ്ലൈ എഴുതും, കാരണം ഇനി എന്നിൽ നിന്നൊന്നും പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞ് റിപ്ലൈ എഴുതുമെന്ന് നമിത പറയുകയാണ്. Right then, Ajit steps into the room after finishing his leisurely Sunday bath. Namita's sharp indignation at the insult, simmering all this while, seems to want to dash itself violently against him. Namita rose out. When did this letter arrive? അപ്പോൾ ഈ സമയത്ത് എന്ത് ചെയ്തു, അജിത്ത് തൻ്റെ ലെഷറായ സൺഡേ ബാത്ത് കഴിഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ നമിത നല്ല രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട്. അവസാനം അവൾ റോർ ചെയ്യുകയാണ്. എന്നാണ് ഈ കത്ത് വന്നതെന്ന് ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ്. Ajit glances at her obliquely, estimating the magnitude of his error. അപ്പോൾ അജിത്ത് അവളുടെ നേർക്ക് നോക്കിയിട്ട് തൻ്റെ എററൊക്കെ എത്ര ഉണ്ടെന്ന്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡൊക്കെ എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കിയാണ്. Another handful of cash for this, he had thought, and decided not to give the letter to Namita. He was going to tear it up and throw it away. He has made a big mistake. അപ്പോൾ അവൻ ആലോചിക്കുകയാണ്, കുറച്ചുകൂടെ ക്യാഷ് കൊടുത്താൽ മതിയല്ലോ, അല്ലെങ്കിൽ കുറച്ചുകൂടെ കൈ നിറച്ച പൈസ അതിൻ്റെ ആവശ്യമുള്ളൂ, നമിതയ്ക്ക് കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചിരുന്നതാണ്. എന്നിട്ട് അത് കീറി കളയാനുള്ളതായിരുന്നു. പക്ഷേ അവനിൽ നിന്ന് അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റി, അത് പോക്കറ്റിൽ ഇട്ടു. നോട്ട് ദാറ്റ് Ajit is going to feel abashed about that. Also trying hard to remember, he says, letter? What letter? Oh, yes. Indeed, there was a letter from your mother. I just hadn't got around to giving it to you. എന്നിട്ട് അജിത്ത് ആലോചിക്കുന്ന പോലെ ചോദിക്കുകയാണ്, ലെറ്ററോ? ഏത് ലെറ്റർ? എനിക്ക് ഓർമ്മ വന്നു, എൻ്റെ അമ്മയിൽ നിന്നും എനിക്കൊരു ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ നിനക്ക് തരാൻ മറന്നുപോയി എന്ന് പറഞ്ഞു. Why hadn't you got around to it? Why? Answer me. Why hadn't you got around to it? അപ്പോൾ നമ്മൾ വീണ്ടും ചോദിക്കുകയാണ്, എങ്കിൽ പിന്നെ എന്തുകൊണ്ടല്ലേ തന്നില്ല, എന്തുകൊണ്ടെന്നൊക്കെ ചോദിക്കുകയാണ്. What a nuisance, Ajit says. I had forgotten. Why else? ഇതെന്ത് ശല്യമാണ്, ഞാനത് മറന്നുപോയി, വേറെന്താണ് എന്നൊക്കെ അജിത്തും തിരിച്ച് ചോദിക്കുകയാണ്. Liar, Namita hisses like a snake. അപ്പോൾ നമിത ഒരു പാമ്പ് ചീറ്റ് എന്നൊക്കെ പറയുകയാണ്. നുണ അല്ലെങ്കിൽ നുണയൻ എന്നൊക്കെ അജിത്തിനെ വിളിക്കുകയാണ്. Why are you saying whatever comes to your mouth? Don't people forget? ഇപ്പോൾ അജിത്ത് തിരിച്ച് ചോദിക്കുകയാണ്, എന്തിനാണ് നിനക്ക് നിൻ്റെ വായി വരുന്നതൊക്കെ എൻ്റെ അടുത്ത് പറയുന്നത്? ആൾക്കാർ മറക്കില്ലേ, അല്ലെങ്കിൽ ആൾക്കാർക്ക് മറവിയുണ്ടാകില്ലേ? No, they don't. Why did you open my letter? ഇല്ല, അങ്ങനെ സംഭവിക്കില്ല. എന്തിനാണ് നിങ്ങൾ എൻ്റെ ലെറ്റർ ഓപ്പൺ ചെയ്തത്? This charge Ajit tries to scatter to the winds. What if I opened it? My own wife's letter. അജിത്ത് കുറച്ച് ഇങ്ങനെ കുറച്ച് തറപ്പിച്ച് പറയുകയാണ്. അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തത് എന്താണ്, എൻ്റെ വൈഫിൻ്റെ ലെറ്റർ ഞാൻ ഓപ്പൺ ചെയ്തത് എന്താണെന്ന് ചോദിക്കുകയാണ്. Be quiet, I tell you. For what reason should you open my letters? Haven't I told you 1,000 times not to? നമ്മളിതിന് തിരിച്ച് പറയാം, മിണ്ടാതിരിക്കുക, നിങ്ങൾ എൻ്റെ ലെറ്റർ ഓപ്പൺ ചെയ്ത് എന്തിനാണ്? ഞാൻ നിങ്ങളുടെ അടുത്ത് 1000 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്ത്, എൻ്റെ ലെറ്റർ ഓപ്പൺ ചെയ്യരുതെന്ന്. Ajit doesn't fear Namita's anger. He fears a row. So he smiles an affected smile and says, if you are forbidding it, then it's a definite something. Shouldn't I make sure that no one's passing you love letters in secret? അപ്പോൾ നീ തടയുന്നുണ്ടെങ്കിൽ
ഒന്ന് ചിരിച്ചുകൊണ്ടൊക്കെയാണ് പറയുന്നത്. നീ ഒന്ന് തടയുന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തോ സീക്രട്ട് കാര്യങ്ങളുണ്ട്. എനിക്ക് ഉറപ്പ് വരുത്തണ്ടേ ആരും ലവ് ലെറ്റേഴ്സ് ഒന്നും സീക്രട്ടായിട്ട് പാസ് ചെയ്യുന്നില്ല. സ്റ്റോപ്പ് ഇറ്റ്, വാട്ട് എ കോമൺ വൾഗർ മാൻ യു ആർ. അപ്പോൾ നമിതയും തിരിച്ച് പറയുകയാണ്, നിർത്തൂ, നിങ്ങൾ എന്തൊരു വൾഗർ മാൻ ആണ്, അല്ലെങ്കിൽ എന്തൊരു മോശം ആളാണ്. ആഫ്റ്റർ ദിസ് ഇറ്റ്സ് നോട്ട് പോസിബിൾ ഫോർ അജിത് ടു സ്മൈൽ ഹിസ് ഫേക്ക് സ്മൈൽ എനി ലോങ്ങർ. നൗ ഹി ടു picks up the poisoned knife. He says, "Is that so? Those who whine day and night and told out their palms to their son-in-law, they are high-class people. A dung picker's daughter becomes a queen, and so." അപ്പോൾ ഇത് കേട്ടപ്പോൾ അജിത്തും തൻ്റെ വിഷം പുരണ്ട കത്തിയെടുത്ത് സംസാരിക്കാൻ തുടങ്ങി. അതായത് നമിതയെ മോശം വാക്കുകൾ കൊണ്ട് ഹർട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണോ എല്ലാ പ്രാവശ്യവും സഹായത്തിന് വേണ്ടി സൺ-ഇൻ-ലോയോട് ആവശ്യപ്പെടുന്നത്, അതുപോലെ തന്നെ ഒരു ഡങ് പിക്കറിൻ്റെ ഡോട്ടർ ഒരു ക്യൂനായതും അതൊക്കെയാണോ എന്നൊക്കെ തിരിച്ച് അജിത്തും ഹർട്ട് ചെയ്യാനായിട്ട് നമിതയുടെ അടുത്ത് ചോദിക്കുകയാണ്. ഷട്ട് അപ്പ് നമിത എൽസ്. There are rooms on 3rd floor. That's a blessing. Otherwise with that scream, everyone would have come to look. നമിത ഷട്ടപ്പ് എന്ന് സ്ക്രീം ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അവരുടെ റൂം 3ാമത്തെ നില ആയതുകൊണ്ട് കുഴപ്പമില്ല, അല്ലായിരുന്നെങ്കിൽ എന്ത് താഴേക്ക് എല്ലാവരും ഓടി എത്തിയേനെ. Shut up, Ajit roars out. What shut up? I will do what I want, what I please. What will you do? Can you do anything? ഷട്ടപ്പോ, എന്ത് ഷട്ടപ്പ്? എനിക്ക് തോന്നിയല്ല ഞാൻ ചെയ്യും. നിനക്ക് എന്തെങ്കിലും ചെയ്ത് അത് തടയാൻ പറ്റുമോ, അല്ലെങ്കിൽ അത് മാറ്റാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. I can't do anything. Almost panting, Namita pronounces each word clearly. You want to see if I can do anything? എനിക്ക് പറ്റില്ല ഒന്നും ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചോദിക്കുകയാണ്, വീണ്ടും ക്ലിയറായിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് കാണണോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. And immediately she does something that is astonishing. She grabs Ajit's Matchbox that was lying near his cigarettes on the table and she lights a matchstick and touches to her saree. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അജിത്തിൻ്റെ സിഗരറ്റിൻ്റെ അടുത്തിരുന്ന മാച്ച് ബോക്സ് എടുത്തിട്ട് അവളെന്ത് ചെയ്തു, കത്തിച്ച് തൻ്റെ സാരിയിലേക്ക് അടുപ്പിക്കുകയാണ്. ഇൻസ്റ്റൻ്റ്ലി ഇറ്റ് ഫ്ലെയർസ് അപ്പ് ദ വെരി ഫൈൻ അൺകോൾഡ് ഓഫ് വെൽത്തി വൈഫ്സ് സാരി. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് കത്തിപ്പടർന്നു. അതായത് ആ സാരി പെട്ടെന്ന് തന്നെ കത്താൻ ആരംഭിച്ചു. ദ വെരി നെക്സ്റ്റ് ഇൻസ്റ്റൻറ്റ്, അജിത്ത്, ഹാവ് യു ഗോൺ മാഡ്, ഹി സേസ് ആൻഡ് ജംപ്സ് ടു ഹെർ side and grabs the burning patch and slaps it between his hand and puts out the fire. അപ്പോൾ അജിത്ത് ചോദിക്കുകയാണ്, നിനക്കെന്താ വട്ടായെന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ ആ സാരി എടുത്ത് അണയ്ക്കുകയാണ്. And to tell the truth, now he is little afraid. He looks fearfully at Namita's face, sees a fire burning there, bright blazing red. അപ്പോൾ ഈ സമയത്ത് അജിത്ത് കുറച്ച് പേടിച്ചു, എന്നിട്ട് നമിതയുടെ നേരത്തെ നോക്കിയാണ്. അപ്പോൾ അവൾ നല്ല ചുവന്ന കണ്ണുകളുമായിട്ട് അവിടെ നിൽക്കുകയാണ്. He doesn't have the courage to put out that fire by slapping in between his hands, so he tries to pour water on it. With great difficulty, he attempts to speak normally. You lose all common sense when you get angry, don't you? A woman and such anger. Oof. അപ്പോൾ ഇനിയും ആ തീ കത്തിക്കൊണ്ടിരിക്കുകയല്ലേ, അത് കൈകൾക്കിടയിൽ വെച്ച് ഇങ്ങനെ അണയ്ക്കാനൊന്നും അജിത്തിന് കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവൻ കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ചു. എന്നിട്ട് പറയുകയാണ്, ഇങ്ങനെ നിനക്ക് ദേഷ്യം വന്നാൽ നിനക്കെല്ലാ കോമൺ സെൻസും പോകും. ഒരു വുമൺ ഇങ്ങനെ ഉണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ആങ്കറുള്ള വുമൺ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. Who knows that, Namita would have said next. But right then, her niece Rini steps into the room. അപ്പോൾ ഈ സമയത്ത് നമിത എന്ത് മറുപടി പറയുന്നു നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നതിന് മുമ്പ് തന്നെ നമിതയുടെ നീസായ റിനി റൂമിലേക്ക് കയറി വരികയാണ്. Immediately she says, piercingly, so Kurima, how much longer does the washerman vow to wait? If you don't want to give him any of your clothes, at least tell him that. അപ്പോൾ അവർ ചോദിക്കുകയാണ്, റിനി ചോദിക്കുകയാണ്, കുരീമ എത്ര നേരം വാഷർമാൻ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം, നിങ്ങൾക്ക് ക്ലോത്ത്സ് അല്ലെങ്കിൽ തുണികളൊന്നും കൊടുക്കാനില്ലെങ്കിൽ അയാളത് പറഞ്ഞൂടെ. For a second or two, Namita is still, perhaps recalling the washerman's face, waiting for her downstairs, and she picks up the dirty clothes and starts sorting them. She says in a calm tone, so tell him I'm coming, I'm bringing the clothes. കുറച്ച് സെക്കൻഡുകൾ വെയിറ്റ് ചെയ്തതിന് ശേഷം നമിത വാഷർമാനെ ആലോചിച്ചിട്ട് എന്ത് ചെയ്തു, തുണികളൊക്കെ സോർട്ട് ഔട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, അയാളടുത്ത് പറയൂ, ഞാൻ കുറച്ച് നേരത്തിനകത്ത് വരാം, എന്താ
ഇപ്പോൾ തന്നെ വരാമെന്ന് പറയുകയാണ്. Namita speaks her mind. So no one attacks her outright to her face. They only pinch her with sharp wounds. Her second sister-in-law is almost exhausted with work this morning, and seeing her, she puts a twisted smile on her sweet, streaked face and says, "Well, that's something at least you finally decided to come down from upstairs. Baba, there's no good or bad times for you. You find the smallest excuse to go into your room and get cozy with your husband. Does the loud talk never get old?" അപ്പോൾ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ അവിടെ ഒരു സെക്കൻഡ് സിസ്റ്റർ-ഇൻ-ലോ ഉണ്ട്. അവർ പറയുകയാണ്, നീ എനിക്ക് എപ്പോഴെങ്കിലും ഇറങ്ങി വരാൻ തോന്നിയല്ലോ, എപ്പോഴും ഹസ്ബൻഡ് അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നാൽ മതിയോ, അതൊന്നും ഓൾഡ് ആവില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. Namita looks around once to get a sense of atmosphere, sees the early burly of the morning, sees the forest of people on either side. Her voice must not tremble, so she too smiles a small smile and says in an extremely soft voice, "Oh, it's nothing like that. You should come and peek it sometime. Our talk is all angry talk. Do you know?" എന്നിട്ട് പറയുകയാണ്, അങ്ങനെയൊന്നും ഇല്ല, ചിരിച്ചുകൊണ്ട് പറയുകയാണ്, അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ എപ്പോഴെങ്കിലും വന്ന് നോക്കണം, അവിടെ നമ്മുടെ സംസാരം എന്ന് വെച്ചാൽ ആംഗ്രി ടോക്സ് ആണ്. Major wife laughs hoo and says, "Stop it, no wife. Don't cover up the forbidden fish with your pious spinach. We haven't been raised on donkey grass. Why do we need to peek in? What you are showing up right in front of our eyes 24 hours a day." അപ്പോൾ വേറെ മെജോ വൈഫ് എന്ന് പറയുന്ന അവിടെയുള്ള ആൾക്കാരെയൊക്കെ പേരാണ്. അപ്പോൾ പറയുകയാണ്, നമ്മളെന്തിനാണ് പീക്കിൻ ചെയ്തത്, അല്ലെങ്കിൽ എത്തി നോക്കേണ്ട ആവശ്യം, നമ്മളിവിടെ മൊത്തം 24 മണിക്കൂർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എന്നൊക്കെ പറയുകയാണ്. Namita loves a laugh that can bring an attractive flush to a white face. After laughing that laugh, she says, "Go on, you say the naughtiest thing." അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് ചിരിച്ചിട്ട് നമിത പറയുകയാണ്, "Go on, നീ പറഞ്ഞ ഒരു നോട്ടിയസ്റ്റ് തിങ് ആണ്." The busy borrow wife runs up. "Have you chopped the vegetable yet? Or are you just telling stories?" And suddenly she stops and starts, "What's that? What's this unlucky thing? No, wife, how did you burn your ankle that way?" അപ്പോൾ പെട്ടെന്ന് ബോറോ വൈഫ് എത്തിയിട്ട് ചോദിക്കുകയാണ്, വെജിറ്റബിൾസ് ഒക്കെ ചോപ്പ് ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരുന്ന് കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അത് കണ്ടിട്ട് പെട്ടെന്ന് നമിതയുടെ സാരിയിലെ കത്തിവാളില്ലേ അത് കണ്ട് അത് എന്നിട്ട് ചോദിക്കുകയാണ്, എന്താ പറ്റിയതാണ്, എങ്ങനെയാണിത് കത്തിയത്? Namita too starts, but only for a moment. The next instant, she folds the angle back quickly and says, laughing, "Oh, don't remind me. That's exactly what you keep warning me about. I didn't listen, and see what happened. I used my angle to lift a hot pot of water off the stove, and that did it." അപ്പോൾ അമിത ആദ്യം പറയാനൊരുങ്ങിയെങ്കിലും പിന്നെ സമാധാനപ്പെട്ട് പറയാതിരിക്കുകയാണ്, നിങ്ങൾ വിലക്കിയത് തന്നെയായിരുന്നു സംഭവിച്ചത്, ഞാൻ ആ സാരിയുടെ അറ്റം വെച്ച് എന്ത് ചെയ്തു, ഒരു ഹോട്ട് പോട്ട് എടുക്കാൻ ശ്രമിച്ചു, അങ്ങനെയാണിത് പറ്റിയത്. അമിത pulls the basket of potatoes towards herself and sits down to peel potatoes, and in her mind she keeps thinking about how she might be able to secretly to send her mother a few rupees. She can't really write to her. "I can't do any more. Don't hope for anything from me." അപ്പോൾ നമിത പെട്ടെന്ന് തന്നെ പൊട്ടറ്റോ ബോക്സ് എടുത്തിട്ട് അടുത്തേക്ക് ചേർത്ത് വെച്ചിട്ട് അത് തൊഴിക്കാൻ തുടങ്ങി. അപ്പോഴുള്ള മനസ്സിൽ ആലോചിക്കുന്നത് എങ്ങനെയാണ്, കുറച്ച് പൈസ ഉണ്ടാക്കി എങ്ങനെ മദറിനെ അയക്കാം, അവർക്ക് പൈസ അയക്കാൻ പറ്റില്ല എന്ന് നമിതയ്ക്ക് ഒരിക്കലും നേരിട്ട് പറയാൻ, അല്ലെങ്കിൽ കത്തെഴുതി പറയാൻ പറ്റില്ല. Over there, the entire village knows Namita is a queen. Namita's husband is high-minded, large-hearted. അതെല്ലാം പോരാഞ്ഞിട്ട് വില്ലേജിന് മൊത്തം അറിയാം നമിത ഒരു ക്യൂനാണ്, നമിതയുടെ ഹസ്ബൻഡ് ഒരു കൈൻഡ് ഹേർട്ടഡായ ലാർജ് ഹേർട്ടഡായ ഹൈ മൈൻഡഡായ ഒരാളാണെന്ന്. This is precisely why I compare women to matchboxes. Even when they have the materials within themselves to set off many raging fires, they never flare up and burn away the mask of men's high-mindedness, their large-heartedness. They don't burn away their own colourful shells. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മുടെ റൈറ്റ് പറയുകയാണ്, ഇതുകൊണ്ടാണ് ഞാൻ വിമൻസിനെ എന്ത് ചെയ്തത് മാച്ച് ബോക്സുമായിട്ട് കമ്പയർ ചെയ്തത്. അവർക്ക് ഒരുപാട് ഫയർസ് കത്തിക്കാനുള്ള ശേഷി ഉണ്ടെങ്കിലും അവരൊരിക്കലും ഇതുപോലുള്ള മെൻ്റെ സോ കോൾഡ് ഉദാര മനസ്കതയൊന്നും കത്തിച്ച് കളയാറില്ല, അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ആ ഒരു പൊയ്മുഖങ്ങളൊന്നും മാറ്റാറില്ല. They won't burn them. The men know this too.
മെൻസിനും അറിയാം, അല്ലെങ്കിൽ പുരുഷന്മാർക്കും അറിയാം അവരൊരിക്കലും തങ്ങളെ ബേൺ ചെയ്യാൻ പോകുന്നില്ല എന്ന്. ദാറ്റ്സ് വൈ ദേ ലീവ് ദം സ്കാറ്റേഡ് സോ കെയർലെസ്ലി ഇൻ ദ കിച്ചൺ, ഇൻ ദ പാൻട്രി, ഇൻ ദ ബെഡ്റൂം, ഹിയർ ദെയർ എനിവെയർ. അതുകൊണ്ടാണ് അവരെ ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, കെയർലെസ് ആയിട്ട് ഈ കിച്ചണിലും പാൻട്രിയിലും ബെഡ്റൂമിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇടുന്നത്. ക്വയറ്റ് വിത്തൗട്ട് ഫിയർ ദേ പുട്ട് ദം ഇൻ ദെയർ പോക്കറ്റ്സ്. ഇതെല്ലാം പോരാഞ്ഞിട്ട് ഒരു ഫിയറുമില്ലാതെ അവരെന്ത് ചെയ്യും, എടുത്ത് പോക്കറ്റിലും ഇടും. അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്റർ. താങ്ക് യു.